എന്തായാലും ഇപ്പോൾ നിലവിൽ ഇവിടെ ഒരു സംഘർഷാവസ്ഥയില്ല. എന്നാൽ ഇവിടെ പോലീസ് വലിയ തരത്തിൽ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഇവിടെ ഒരു സംഘർഷ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ എല്ലാവിധത്തിലുമുള്ള സുരക്ഷയും ഒരുക്കിയാണ് പോലീസ് നിൽക്കുന്നത്. ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് ഇവിടെ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. രാജ്യത്തെ ഒരു പ്രത്യേക സാഹചര്യം നീറ്റ് പരീക്ഷയിൽ അടക്കമുള്ള ക്രമക്കേടുകൾ കാരണം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് വ്യക്തിയെ പിരിച്ചുവിടുക എന്ന ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ ലോക് ഭവനിലേക്ക് SFI ഈ ഒരു മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഇപ്പോൾ ലോക് ഭവനിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. ബാരിക്കേഡ് ഉയർത്തിക്കൊണ്ട് പോലീസ് സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും ഈ അവകാശ പത്രിക സമർപ്പണവുമായി ബന്ധപ്പെട്ട് എന്തായാലും ഒരു സംഘർഷ സാധ്യത ലോക് ഭവനിലേക്ക് ഉണ്ട് എന്നാണ് നിലവിൽ ഇവിടെ ഉള്ള ഒരു വിവരം. എന്തായാലും SFI പ്രവർത്തകർ ഇവിടെ അണിനിരന്നിട്ടുണ്ട്. ഇപ്പോൾ SFIയുടെ നേതൃത്വം വേദിയിൽ നിന്ന് പരിപാടി നടത്താനുള്ള ഒരു തിരക്കിലാണ്. പ്രതിപക്ഷ നേതാവ് ആണ് പിണറായി വിജയനാണ് ഈ ഒരു മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നത്. പൊതുവെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സെക്രട്ടേറിയറ്റിലേക്കാണ് ഈ ഒരു മാർച്ച് സംഘടിപ്പിക്കാറ്. പക്ഷേ നമുക്കറിയാം രാജ്യത്തെ വിദ്യാർത്ഥികൾ പുതിയ ഒരു തലമുറ തെരുവിൽ സമരം ചെയ്യുന്ന പ്രതിഷേധം ചെയ്യുന്ന ആ സമരത്തെ അടിച്ചമർത്താൻ ശ്രമിക്കുമ്പോഴും അവർ പ്രതിരോധം തുടരുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ന് ലോക് ഭവനിലേക്കാണ് അവകാശ പത്രികയുമായി SFI നീങ്ങിയിരിക്കുന്നത്. ലോക് ഭവനിലേക്കാണ് അവകാശ പത്രികയുമായി SFIയുടെ മാർച്ച് നടത്തിയിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനാണ് ഇത് ഉദ്ഘാടനം ചെയ്യുക. സനിസയാണ് അവിടെ നിന്നും വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ വയനാട്ടിലും SFIയുടെ പ്രതിഷേധ മാർച്ച് നടക്കുകയാണ്. ലിൻഡോ ഉണ്ട് അവിടെ നിന്ന് വിവരങ്ങൾ നൽകാൻ. ലിൻഡോ, വയനാട്ടിലെ സാഹചര്യം എന്താണ്? ശബലി, വയനാട്ടിൽ ഡൽഹിയിൽ വിദ്യാർത്ഥി പ്രക്ഷോഭം നടക്കുന്ന പിന്തുണച്ചുകൊണ്ട് നടത്തുന്ന SFIയുടെ ജില്ലാ നേതൃത്വത്തിന്റെ മാർച്ചാണ് ഇപ്പോൾ ഹെഡ് പോസ്റ്റ് ഓഫീസിലെത്തിയിരിക്കുന്നത്. അവർ ബാരിക്കേഡ് തകർക്കാനുള്ള ശ്രമം ആദ്യം തന്നെ നടത്തി. ഇപ്പോൾ ബാരിക്കേഡിന്റെ മുകളിലേക്ക് വിദ്യാർത്ഥികൾ കയറുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. പോലീസ് അവരെ തടയാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അവർ ബാരിക്കേഡ് മറികടന്ന് പോസ്റ്റ് ഓഫീസിന്റെ ഉള്ളിലേക്ക് കടക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ സംസ്ഥാനത്ത് ഉടനീളം SFIയുടെ പ്രക്ഷോഭം നടക്കുകയാണ്. ജനറൽ മന്ത്രിയിലെ വിദ്യാർത്ഥികളെ പ്രക്ഷോഭം നടത്തുന്ന കേന്ദ്ര സർക്കാരിനെതിരെ, കേന്ദ്ര വിദ്യാഭ്യാസ നയങ്ങൾക്കെതിരെ പ്രക്ഷോഭം നടക്കുന്ന വിദ്യാർത്ഥികളെ പിന്തുണച്ചുകൊണ്ടാണ് SFIയുടെ മാർച്ച് ഇപ്പോൾ നടക്കുന്നത്. ഇവർ ഈ ബാരിക്കേഡ് ചാടിക്കടക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ജില്ലയിലാകെയുള്ള എല്ലാ SFI വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലെ അണികളും ചേർന്നുള്ള ഒരു വലിയ രീതിയിലുള്ള ഒരു പ്രകടനമായിട്ടാണ് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് ഇവർ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഇവർ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡിന് മുകളിലേക്ക് കയറിയിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള ഒരു സംഘർഷമുണ്ട് എന്ന് പറയാനാകില്ലെങ്കിലും ഒരു സംഘർഷത്തിലേക്ക് നയിക്കാനാവുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. എന്തായാലും സംസ്ഥാനത്തുടനീളം തന്നെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭമാണ് ഡൽഹിയിൽ നടക്കുന്ന പ്രക്ഷോഭത്തെ പിന്തുണച്ചുകൊണ്ട് സംസ്ഥാനത്തുടനീളം നടക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വയനാട് ജില്ലയിലും വിദ്യാർത്ഥികൾ വലിയ രീതിയിലുള്ള പ്രക്ഷോഭം നടത്തുന്നത്. SFI ജില്ലാ സെക്രട്ടറി, വയനാട് ജില്ലാ സെക്രട്ടറിയുള്ള ആദർശ് എസിന്റെ നേതൃത്വത്തിലാണ് ഈ വിദ്യാർത്ഥി നേതൃത്വം നൽകിയിട്ടുള്ള വിദ്യാർത്ഥി പ്രക്ഷോഭമാണ് നടക്കുന്നത്. കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള SFI കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള ആര്യാണ് ഈ പ്രകടനം ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നത്. കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള സാന്ദ്ര തുടങ്ങിയ വലിയ നേതാക്കൾ തന്നെ ഈ പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഇവർ ഈ ബാരിക്കേഡിന്റെ മുകളിലേക്ക് ഇരച്ചു കയറുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. വലിയ രീതിയിലുള്ള മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് അവർ പോലീസ് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ വെച്ചിട്ടുള്ള ബാരിക്കേഡിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുകയാണ്. ശ്യാമലി, ശരി. ലിൻഡോ ആണ് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. എന്തായാലും പാലക്കാടും വയനാടും തിരുവനന്തപുരത്തും ഒക്കെ ഡൽഹി സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് SFI മാർച്ച് നടത്തുകയാണ്. തിരുവനന്തപുരത്ത് ലോക് ഭവനിലേക്കാണ് SFI അവകാശ പത്രികയുമായി മാർച്ച് നടത്തുന്നത്. അത് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്തത്. പാലക്കാടുള്ള മാർച്ച് സംഘർഷഭരിതമാകുന്ന കാഴ്ചയാണ് കണ്ടത്. അവിടെ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടായി. ബാരിക്കേഡ് നിരവധി തവണ, ഒന്നിലധികം തവണ പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്ന സാഹചര്യം ഉണ്ടായി. ആ ദൃശ്യങ്ങളൊക്കെ കാണുകയുണ്ടായി. അതുകൊണ്ട് വയനാട്ടിലും സമാനമായ സാഹചര്യമാണ് ഏറെക്കുറെ ഉള്ളത്. ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്കാണ് അങ്ങോട്ട് മാർച്ച് നടത്തുന്നത്. Get
എന്തായാലും വലിയ പ്രതിഷേധം സംസ്ഥാനത്തുടനീളം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. കേന്ദ്രത്തിൽ പ്രതിഷേധം ഉണ്ടാകുന്നതിൻ്റെ അലയൊലികൾ എന്നുള്ള രീതിയിൽ വലിയ തരത്തിലുള്ള അതിശക്തമായ പ്രതിഷേധമാണ് സംസ്ഥാനത്തും യുവജന വിദ്യാഭ്യാസ സംഘടനകളുടെ നേതൃത്വത്തിൽ ഉണ്ടാകുന്നത്. വയനാട്ടിൽ ഈ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്കാണ് യൂത്ത് കോൺഗ്രസിൻ്റെ മാർച്ച് ഉണ്ടാകുന്നത്. അതിശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് നടക്കുന്നത്. ലിൻഡോ അവിടെ നിന്നും വിവരങ്ങളുമായി ചേരുകയാണ്. ലിൻഡോ, ഇപ്പോൾ എങ്ങനെയാണ് പ്രതിഷേധം അവിടെ നടക്കുന്നത്? സ്വാതി, ഡൽഹി വിദ്യാർത്ഥി പ്രശ്നത്തെ പിന്തുണച്ചുകൊണ്ടുള്ള SFI മാർച്ച് ഇപ്പോൾ ഒരു സംഘർഷത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ ബാരിക്കേഡ് തകർത്തുകൊണ്ട് കൂടുതൽ വിദ്യാർത്ഥികൾ പോസ്റ്റ് ഓഫീസിന്റെ ഉള്ളിലേക്ക് കടക്കുകയും അതിൽ 1-2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയും മറ്റുള്ളവർ ഈ പോസ്റ്റ് ഓഫീസിന്റെ ഉള്ളിലുള്ള അകത്തളത്തിൽ ഇരുന്നു കൊണ്ട് പ്രതിഷേധിക്കുകയാണ്. വലിയ രീതിയിലുള്ള ജില്ലയിൽ ആകമാനമുള്ള SFI വിദ്യാർത്ഥികൾ ചേർന്നുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു പോലീസ് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ വെച്ച ബാരിക്കേഡ് ഇതിന്റെ മുകളിലൂടെ കടന്നുകൊണ്ട് ഇപ്പോൾ ഈ ഹെഡ് പോസ്റ്റ് ഓഫീസിന്റെ ഉള്ളിലെ അകത്തളത്തിൽ നിന്നുകൊണ്ട് പ്രതിഷേധിക്കുകയാണ്. നേരത്തെ പോലീസുമായി ഈ ബാരിക്കേഡ് കടന്നു വരുന്നതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ഉത്തം തള്ളുണ്ടായി. അതിനുശേഷം ഇപ്പോൾ വിദ്യാർത്ഥികൾ ഇവിടെ ഈ അകത്തളത്തിൽ നിന്നുകൊണ്ട് പ്രതിഷേധിക്കുകയാണ്. ദേശീയ നേതാക്കൾ, SFIയുടെ ദേശീയ നേതാക്കൾ ഉൾപ്പെടെ ഈ മാർച്ചിൽ പങ്കെടുക്കുന്നുണ്ട്. SFI ജില്ലാ സെക്രട്ടറി ആദർശ് എസിന്റെ നേതൃത്വത്തിലാണ് ഈ പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത്. SFI കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള ആര്യ, SFI കേന്ദ്ര കമ്മിറ്റിയായിട്ടുള്ള സാന്ദ്ര തുടങ്ങിയ ദേശീയ തലത്തിലുള്ള നേതാക്കൾ ഈ മാർച്ചിൽ പങ്കെടുക്കുന്നുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രൊട്ടസ്റ്റാണ് ഇപ്പോൾ നമുക്കറിയാം. സംസ്ഥാനത്താകെ തന്നെ ഇപ്പോൾ തിരുവനന്തപുരത്തും പാലക്കാടും എല്ലാം തന്നെ SFIയുടെ വലിയ രീതിയിലുള്ള ഒരു മാർച്ചാണ് ഈ വിദ്യാർത്ഥികൾ ഇപ്പോൾ നടത്തുന്നത്. എന്തായാലും ഡൽഹിയിലെ വിദ്യാർത്ഥികൾ കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ നയങ്ങൾക്കെതിരെ ഉണ്ടായിട്ടുള്ള ശക്തമായ ഒരു സമരമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഡൽഹിയിൽ കണ്ടത്. ഇതിന്റെ ഭാഗമായി അവർക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇപ്പോൾ SFI ഈ സംസ്ഥാനത്തൊട്ടാകെ ഇപ്പോൾ ഈ പ്രതിഷേധം നടത്തുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് വയനാട് ജില്ലയിലും SFI വിദ്യാർത്ഥികളുടെ വലിയ രീതിയിലുള്ള ഒരു സമരമാണ് നടക്കുന്നത്. ഇപ്പോൾ ഈ വിദ്യാർത്ഥികൾ ഈ ബാരിക്കേഡിന് മുകളിൽ കുറച്ച് പേർ മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. കുറെ പേർ ഈ ഹെഡ് പോസ്റ്റ് ഓഫീസിന്റെ ഉള്ളിലെ അകത്തളത്തിൽ നിന്ന് മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. സ്വാതി, ശരി ലിൻഡോ, തിരുവനന്തപുരത്തും SFIയുടെ പ്രതിഷേധം നടക്കുകയാണ്. അതിശക്തമായ പ്രതിഷേധമാണ് SFI സംസ്ഥാനത്തുടനീളം നടത്തുന്നത്.